ഈ പ്രാവശ്യത്തെ ബൈബിൾ റീഡിങ്ങിൽ എനിക്ക് എന്നോട് ദൈവം സംസാരിക്കുന്ന പോലെ പല സമയങ്ങളിലും എനിക്കത് ഫീൽ ചെയ്തു. ഇതിൽ എനിക്കൊരു ഭാഗത്ത് എൻ്റെ മെമ്മറിയിൽ നിൽക്കുന്നത് ഒരെണ്ണം 2 ദിനവൃത്താന്തത്തിൽ സോളമൻ രാജാവായപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, ഈ ജനത്തെ നയിക്കാൻ ജ്ഞാനം വിവേകവും എനിക്ക് നൽകണമേ എന്നുള്ളത്. എനിക്ക് സാധാരണ വിവേകം കുറവാണ്, സാധാരണ എന്നല്ല, എനിക്ക് വിവേകവും ജ്ഞാനമൊക്കെ കുറവാണ്. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ മൈൻഡിലുള്ളൊരു പ്രാർത്ഥനയാണ്. അല്ലാതെ ഞാൻ പണത്തിനോ കാശിനോ ജോലിക്കോ ഒന്നുമല്ല ഞാൻ പ്രാർത്ഥിക്കാറ്. ഞാൻ എപ്പോഴും എൻ്റെ മൈൻഡിലുള്ളത് എനിക്ക് വിവേകം തരണേ, ജ്ഞാനം തരണേ എന്നായിരുന്നു. പിന്നെ അതുപോലെ 2-3 കൗൺസിലിംഗ് നടത്തിയെങ്കിലും അതിലൊക്കെ എന്നോട് യേശു ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് ദശാംശം കൊടുക്കുക എന്നുള്ളത്. അതും എനിക്ക് ഈ പ്രാവശ്യത്തെ വായനയിലും ദശാംശത്തിൻ്റെ പ്രാധാന്യം തന്നെ തമ്പുരാൻ എന്നോട് വീണ്ടും ഓർമ്മിപ്പിച്ച് പറഞ്ഞത്. അതുപോലെ തന്നെ സെൻറ്റ് ലൂക്കിൻ്റെ സുവിശേഷമാണ് എനിക്ക് വായിക്കാൻ കിട്ടിയത്. അതിൽ ജയറോസിൻ്റെ മകളെ, മരിച്ചുപോയ ജയറോസിൻ്റെ മകളെ വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്, ജീവൻ തിരികെ കൊടുക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യത്തിലായാലും എൻ്റെ കാര്യത്തിലായാലും മരണത്തിൽ നിന്ന് ഞങ്ങളതിനെ തമ്പുരാൻ രക്ഷപ്പെടുത്തി വന്നത് എനിക്ക് ദൈവത്തിലുള്ള ഒരു വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ്. ദൈവത്തിന് എന്നെ രക്ഷപ്പെടുത്താൻ പറ്റും, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെ രക്ഷിക്കാൻ പറ്റും, അങ്ങനെ ഉറപ്പായിട്ടുള്ളൊരു വിശ്വാസം മൂലമാണ് എനിക്കതൊക്കെ ചെയ്തു തന്നത്. അത് എൻ്റെ മൈൻഡിൽ ഇപ്പോഴും ഉണ്ട്. നന്ദി തമ്പുരാനെ, നന്ദി. എനിക്കിത് വായിക്കാൻ തന്ന റോസിൻ്റെ ടീമിനോടും ഒത്തിരി നന്ദി, തമ്പുരാനോടും ഒത്തിരി നന്ദി.